വന്യജീവി ആക്രമണത്തെ കേരളത്തിൻ്റെ സവിശേഷത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ദുരന്ത നിവാരണ ഉത്തരവിൻ്റെ പരിധിയിൽ വരുത്തിയത്. വന്യജീവികളുടെ ആക്രമണം പ്രകൃതി ദുരന്തമായി കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇന്ന് കണ്ടിട്ടുണ്ട്. നഷ്ടപരിഹാര തുക ആദ്യ ഗഡു നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നെ അറിയിച്ചത്. അത് എനിക്ക് ഈ അവസരത്തിൽ അനൗൺസ് ചെയ്യാൻ സാധിക്കില്ല എത്ര പണമാണ് കൊടുക്കുക എന്നത്. ഇപ്പോഴും വ്യക്തിഗത ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ മന്ത്രിമാർ പ്രഖ്യാപനം നടത്തുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട്, എന്നാലും നിയമാനുസൃതം ആ കുടുംബത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷണവും കൊടുക്കുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും വനം വകുപ്പും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.